നിങ്ങൾ അന്വേഷിക്കുന്ന ഇതുപോലൊരു ഡിവൈസ് ആണോ? സാർ, ഇത് തന്നെയാണ് സാധനം. ആക്ച്വലി സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് ഇതുപോലൊരു ഉപകരണം ഉപയോഗിച്ച് കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിയും. പിന്നെ എത്ര ശതമാനം സംസാരശേഷി പോയി എന്നതിനെ ആശ്രയിച്ചിരിക്കും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിന്റെ സ്വഭാവം. സാർ, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കില്ലർ ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന ആർട്ടിഫിഷ്യൽ ലാരിങ്സിൻ്റെ ഈ മോഡൽ ഇറങ്ങിയിട്ട് 3 വർഷത്തോളം ആകുന്നു. 3 വർഷത്തിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിക്കാൻ ട്രെയിനിങ് നേടിയ ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലാണ്, വിത്ത് അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. കില്ലർ കേരളത്തിൽ നിന്നാണ് ട്രെയിനിങ് നേടിയിട്ടുള്ളത് എങ്കിൽ അയാൾ ഈ ലിസ്റ്റിലുണ്ടാവും. സാർ, ലിസ്റ്റ് നോക്കാം. സാർ, ഇതിൽ തന്നെ 120 ആളുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ബാക്കിയുള്ളതിൽ 20 പേർ സ്ത്രീകളും 12 പേർ കുട്ടികളുമാണ്. നമ്മൾ അന്വേഷിക്കുന്ന 18-നും മുകളിൽ പ്രായമുള്ള 90 പേര് ഈ ലിസ്റ്റിലുണ്ട് സാർ. ഈ 90 പേരെ ചോദ്യം ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത വിക്ടിം നമുക്ക് ഈ ലിസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യാം സിജോ. അൻവർ ഷാദത്ത്, തങ്കശ്ശേരി കൊല്ലം. റോബിൻ വർഗീസ്, തിരുവനന്തപുരം. ജഗദീഷ് പൊന്നുരുന്നി, കൃഷ്ണദാസ് PS, കണ്ണങ്കര. ശബരീന, കൃഷ്ണദാസ് PS. പ്രീവിയസ് പേജ്. കൃഷ്ണദാസ്, കണ്ണങ്കര. സർ, കണ്ണങ്കര. സർ, അമ്പലപ്പാട് കണ്ണങ്കരയുടെ അടുത്ത പ്രദേശമാണ് സർ. അമ്പലപ്പാട്. അശോക് സെൽവരാജിന്റെ ഹോട്ടലിൽ കൊടുത്ത അക്കൗണ്ട് നമ്പറുകാരൻ അജേഷിന്റെ നാട്. ഗുഡ്. താങ്ക് യു സർ. സാർ, ഈ അഡ്രസ്സിൽ ഫോട്ടോ ഇല്ല. ഡസൻ മാറ്റർ. 90 പേരിൽ നമ്മൾ അന്വേഷിക്കുന്ന ആദ്യത്തെ ആൾ ഇയാളാവട്ടെ. കൃഷ്ണദാസ് PS, തടത്തിൽ വീട്, കണ്ണങ്കര പോസ്റ്റ്. എന്താ സാറേ? ചേച്ചി, ഞങ്ങൾ കൃഷ്ണദാസിനെ അന്വേഷിച്ചു വന്നതാ. അതിന് കൃഷ്ണൻ ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ലല്ലോ. കൃഷ്ണദാസ് എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? എന്താ സാറേ, അവൻ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തോ? അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ? അവന്റെ അടുത്ത കാലത്തെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയോ? അല്ല സാറേ, അവൻ സംസാരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് അവന്റെ കാര്യമൊന്നും ആർക്കും അറിയത്തില്ല. കൃഷ്ണദാസ് ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? 3-4 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താ സാറേ? കൃഷ്ണദാസിന്റെ ശബ്ദം നഷ്ടപ്പെട്ടത് എങ്ങനെയാ? എൻ്റെ മോൻ്റെ ശബ്ദത്തിനൊരു കുഴപ്പമില്ലായിരുന്നു സാറേ. അവൻ നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. സ്കൂളിലെ യുവജനോത്സവത്തിലൊക്കെ അവൻ 1ാം സ്ഥാനമായിരുന്നു. എല്ലാവരും പറഞ്ഞിരുന്നത് അവൻ വലുതാവുമ്പോൾ യേശുദാസിനെ പോലെ വലിയ പാട്ടുകാരനാവുന്ന. അവൻ്റെ തൊണ്ടയ്ക്കൊരു മുഴ വന്നു സാറേ. ചെറിയൊരു ഓപ്പറേഷനുള്ളെന്ന് പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മുഴയോടൊപ്പം അവൻ്റെ ശബ്ദം അങ്ങ് പോയി. അതോടുകൂടി അവന്റെ പാട്ടും പഠിത്തവും ജീവിതം എല്ലാം പോയി സാറേ. എപ്പോഴായിരുന്നു ഓപ്പറേഷൻ? 1989 സാറേ. അവനപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. കൃഷ്ണദാസിന്റെ പുതിയ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഞാനിപ്പോ എടുത്തോണ്ട് വരാം. 1989, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. Anatomy Dissection Hall, Calicut Medical College. സർ, ഇയാളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെങ്കിൽ. സാറേ, ഇതാ സാറേ എൻ്റെ മോൻ.
കൊല ചെയ്യപ്പെട്ട 3 പേരും 93 ശേഷം ജനിച്ചവരാ. അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിന്റെ ശബ്ദം നഷ്ടപ്പെട്ട സർജറിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെയും സാധ്യത കൊല ചെയ്യപ്പെട്ടവരുടെ രക്ഷിതാക്കൾക്കാവണം. ഈ തിരഞ്ഞെടുപ്പ് റാൻഡം അല്ലെങ്കിൽ. ഉദാഹരണത്തിന് ആദ്യം കൊല ചെയ്യപ്പെട്ട നവീൻ്റെ അച്ഛൻ ഡോക്ടർ ശിവകുമാർ. അദ്ദേഹം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MD എടുത്തിട്ടുള്ളത്. ദ ഇയർ 88-90. ഹലോ ഡോക്ടർ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ഡോക്ടർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ PG എടുത്തത്? അതെ. നമ്മുടെ സസ്പെക്ട്സിൽ ഒരാളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാൾ 1989 ഡോക്ടർ അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഒരു സർജറി ചെയ്തിരുന്നു. സർജറിയോ? ഞാൻ ജനറൽ മെഡിസിൻ PG ആയിരുന്നു. എനിക്ക് സർജറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ. നിങ്ങളീ പറഞ്ഞ ശിവകുമാർ ജനറൽ മെഡിസിൻ PGക്ക് എവിടെ പഠിച്ചേ? അവർക്കും ഈ സർജറി ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അയാൾ പറഞ്ഞ സത്യ. ഡോക്ടറെ, 89 ഇവിടെ നടന്ന സർജറിക്ക് ശേഷമാണ് കൃഷ്ണദാസിന് ശബ്ദം നഷ്ടപ്പെട്ടത്. ആ സർജറി നടത്തിയത് ആരൊക്കെയാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അത് ഈ 100 കണക്കിന് സർജറീസ് ഒരു മാസം നടക്കുന്ന സ്ഥലമാണിത്. ഈ കമ്പ്യൂട്ടറൈസേഷനൊക്കെ ഈ അടുത്ത കാലത്തല്ലേ വന്നേ. പിന്നെ 89 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മാനുവലായിട്ട് കാര്യങ്ങൾ രജിസ്റ്ററിൽ എഴുതി വെക്കലാണ് പതിവ്. അതിൽ പലതും പോയിട്ടുണ്ടാവും. സാർ ഈ പറഞ്ഞ ടൈം പീരീഡിലാണെങ്കിൽ ശ്രീധരൻ നമ്പ്യാർ സാറായിരുന്നു സർജറി HOD. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാറ് മരിച്ചുപോയി. இங்க யாராவது அந்த மெடிசின் சம்பந்தப்பட்ட டாக்டர் இருக்காங்களா? அசோகனுக்கு ஒரு கசின் பொண்ணு இங்கேருந்து தான் கோயம்புத்தூர் மெடிக்கல் காலேஜில் படிச்சுட்டு இருந்தா. ദിവ്യ, സർ, ഇതേ പുസ്തകം ഇതിന്റെ സെക്കൻഡ് എഡിഷൻ കോയമ്പത്തൂരിലെ സെൽവരാജന്റെ വീട്ടിൽ കണ്ടിരുന്നു. ചോദിച്ചപ്പോൾ അന്ന് അയാൾ പറഞ്ഞത് അയാളുടെ മരുമകൾ MBBSന് പഠിക്കുന്നു. പുതിയ കാലത്തൊരു സ്റ്റുഡന്റ് ഒരിക്കലും ഇത്രയും പഴയ എഡിഷൻ ഉപയോഗിക്കില്ല. ദാറ്റ് മീൻസ് ഹൗ ഷിറ്റ്. അപ്പോൾ സെൽവരാജ് ഒരു ബിസിനസ്സുകാരനായിരിക്കാം. പക്ഷെ അയാൾക്ക് മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് ഒരു പാസ്റ്റ് ഉണ്ട്. അത് മറ്റാരും അറിയരുതെന്ന് താല്പര്യമുള്ളതുകൊണ്ടാവാം അയാളത് പറയാത്തത്. സർ, സർ അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ഒന്നല്ലല്ലോ. റെക്കോർഡ്സൊക്കെ ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം. സർ, സെൽവരാജ് അനസ്തേഷ്യ PG സ്റ്റുഡൻ്റ് ആയിരുന്നു. 1988 അയാൾ കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ 89 പഠനം നിർത്തി. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ഡ്യൂ ടു ഡിസ്മിസൽ. അങ്ങനെ എഴുതിയിട്ടുണ്ട് സർ റിമാർക്സ് കോളത്തിൽ. എന്താ ഇവിടെ? സർ, അയാൾ ഡിസ്മിസ് ചെയ്യപ്പെട്ടോ? ആള് മഹാതല്ലിപ്പുള്ളിയായിരുന്നു. 1 വർഷമാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പെത്തടിനടിച്ചായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ട്രോക്കിൽ നിന്ന് വരെ എടുത്തടിക്കും പോലും. അങ്ങനെ ഡിസ്മിസ്സായി. അതിനുശേഷം പിന്നെ കയറിയില്ല. പിന്നീട് ആളെ കോളേജിൽ കണ്ടിട്ടുമില്ല. പിന്നെ ഒരു 4 പേരും കൂടി കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കാർ ആക്സിഡന്റോ? ഒരു മേജർ കാർ ആക്സിഡൻറ്റ്. 4 പേരും നല്ല വെള്ളത്തിലായിരുന്നു. ശിവകുമാർ, സേവി പുന്നു സാറിന് അറിയും, നിങ്ങളുടെ ഫോറൻസിക്കിലെ സീനിയർ പോലീസ് സർജനായിരുന്നു. പിന്നെ അലക്സാണ്ടർ, പിന്നെ സെൽവരാജ്. അലക്സാണ്ടർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. അലക്സാണ്ടർ കുറേ കാലം ഹോസ്പിറ്റലായപ്പോൾ ഇയർ ബാക്കായി. പിന്നെ കുറേ കാലം കോമയിലായിരുന്നു. സെൽവരാജ് പിന്നെ ക്യാമ്പസിൽ വന്നിട്ടേ ഇല്ല. സോ അന്ന് നടന്ന ആക്സിഡന്റ് ആണ് സാർ ഇതിന്റെ എല്ലാം ഒറിജിൻ പോയിന്റ്. അനാട്ടമി ഹാളിലെ കോട്ട് അനുസരിച്ച് അപ്പോൾ ഇനി 2 കൊലകൾ കൂടി. ആൻഡ് ഫൈനലി വി ഹാവ് 2 more പോസിബിൾ വിക്ടേഴ്സ്. മാഡം, സേവി സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സാറ് സേവിക്ക് ചെറിയൊരു സർജറി ഉണ്ട് കോഴിക്കോട് സൺറൈസ് ഹോസ്പിറ്റലിൽ. സർജറി എപ്പോഴാണ് മാഡം? നാളെയോ മറ്റന്നാളോ ആണ്. അത് അങ്ങേരോട് പോയി ചോദിക്കേ.